പൂച്ചക്ക് പൂച്ചയാണ് ഇണ, നായക്ക് നായയാണ് ഇണ. പിന്നെന്തിനാ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു മനുഷ്യന് മനുഷ്യൻ തന്നെയാണ് ഇണ എന്ന് പറയാനുള്ള കാരണം? അതിനുള്ള മറുപടി, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ പദവി എന്താണെന്നറിയോ? മനുഷ്യൻ എന്ന പരിഗണനയാണ്. അതുകൊണ്ടാ വിശുദ്ധ ഖുർആൻ ഒരിക്കൽ പോലും ഭാര്യ എന്ന് പ്രയോഗിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? ഭാര്യ എന്നാൽ ഭരിക്കപ്പെടേണ്ടവൾ, ഭർത്താവ് ഭരിക്കേണ്ടവൻ അല്ല. നിന്നെ വാപ്പാന്ന് വിളിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാണന്റെ വേദന സഹിച്ച പെണ്ണ് നിന്റെ ജീവിതത്തിന് അടയാളമുണ്ടാക്കാനും അഡ്രസ് ഉണ്ടാക്കാനും ഒരു പ്രതീക്ഷയിൽ കൂടെ പോന്ന പെണ്ണാണ്. 10-22 കൊല്ലം വാപ്പാന്റെ രാജകുമാരിയായി വളർന്ന് അവസാനം നിക്കാഹിന്റെ വേദിയിൽ വാപ്പാന്റെ കൈപിടിച്ച് കബിൽത്തു എന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയുമ്പോ ഓരോ വാപ്പമാരും ആണിന്റെ കൈ പിടിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ മകൾ എന്റെ രാജകുമാരിയാ മോനെ, അവളെ കൊണ്ടുപോയി വേലക്കാരി മാത്രമാക്കരുതേ എന്ന ഒരു വാപ്പയുടെ ഉമ്മയുടെ പ്രാർത്ഥനയുടെ സങ്കടത്തിൽ നിന്ന ഒരു പെണ്ണിനെ നമ്മളെ കയ്യിലേക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ പോലെ അവൾക്ക് ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, അവളും ജീവിതത്തെ പറ്റി വലിയ സങ്കല്പങ്ങളുണ്ട്. ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണ് എന്റെ അകത്ത് ചാരത്ത് കിടന്നുറങ്ങുമ്പം നെഞ്ചു പൊട്ടി കണ്ണു നിറഞ്ഞ കിടങ്ങുന്നതെങ്കിൽ ഞാൻ എത്ര ഭംഗിയിൽ ജീവിച്ചാലും എനിക്കെത്ര സൗന്ദര്യമുണ്ടെങ്കിലും ഈ ലോകത്താരും മോഹിക്കുന്ന ഒരാണായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ വീട്ടിലുള്ള പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ. 1000 സ്വപ്നങ്ങളുമായി ജീവിതത്തിലേക്ക് കൈപിടിച്ച് നിങ്ങൾക്ക് പരിപാവനമായ ജീവിതത്തിന്റെ സ്ഥാനം നൽകി കുടുംബത്തിന്റെ ഭദ്രതക്കും കുടുംബത്തിന്റെ സമാധാനത്തിനു വേണ്ടി കൈപിടിച്ചു കൊണ്ടുവന്നൊരു ഭർത്താവിനോട് മാന്യമായി പെരുമാറി അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞ് 5 രൂപക്ക് വകുപ്പുള്ളവനാണെങ്കിൽ ആ 5 രൂപക്കനുസരിച്ച് ജീവിക്കാനും 50 കോടിക്ക് വകുപ്പുള്ളവനാണെങ്കിൽ 50 കോടി അള്ളാനെ മറക്കാതെ ജീവിക്കണമെന്നും ഭർത്താവിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു പെണ്ണാണെങ്കിൽ സ്വന്തം ഭർത്താവിന് ദുനിയാവിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് ആ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പെണ്ണ. അതുകൊണ്ടാ റബ്ബ് പഠിപ്പിച്ചതും വമിൻ ആയാതിഹി, നിങ്ങൾക്കുള്ള ദൃഷ്ടാന്തമാണ് ഈ ലോകത്തുള്ള ഭാര്യ ഭർത്താക്കന്മാർ. വേദനയിലും സങ്കടത്തിലും സന്തോഷത്തിലും ചേർന്ന് നിൽക്കുന്ന ബന്ധം. അതുകൊണ്ടാണല്ലോ ഹുദൈബിയ സന്ധിയിൽ സ്വഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അനുസരിക്കാതെ ആ സന്ധി അംഗീകരിക്കാതെ നിൽക്കുമ്പോ കണ്ണു നിറഞ്ഞു കൂടാരത്തിൽ കയറി വിങ്ങിപ്പൊട്ടുന്ന തിരുദൂതനോട് അന്ന് കൂടെയുള്ള ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ ഓർമ്മപ്പെടുത്തി, റസൂലേ, എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി, അത് കണ്ട് സഹാബാക്കൾ ചെയ്തോളും. തന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് പുറത്തേക്കിറങ്ങി ബലിയറുക്കാനുള്ള മുന്നൊരുക്കം നടത്തുമ്പോ അതുവരെ തിരുദൂതന്റെ വാക്കുകളോട് ധിക്കാരം പോലെ റസൂലുള്ളാന്റെ വാക്കുകൾ അംഗീകരിക്കാത്ത മുഴുവൻ ആളുകളും വന്ന് ആ കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നത് കണ്ടപ്പോ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയെ ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലുള്ള പറയുന്നുണ്ട്, ഉമ്മു ഹബീബ, നിന്റെ വാക്കെനിക്ക് എന്റെ ജീവിതത്തിന്റെ പ്രാണനെ പോലെ എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തോന്നി. ഈ പരിഗണനയും ചേർത്ത് നിർത്തലുമാ ഇന്ന് പല കുടുംബത്തിലും ഇല്ലാത്ത. ഞാൻ പറയാറുണ്ട്, ഈ ഇരിക്കുന്ന എത്ര ഭർത്താക്കന്മാര് ഭാര്യമാരെ കൈയൊന്ന് പിടിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്റെ കൂടെ പോന്ന് എനിക്ക് സമാധാനാണോ? ഞാൻ കല്യാണം കഴിച്ച് എന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ, അള്ളാഹുവിന്റെ മഹ്ശറ ലോകത്ത്, നാളെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് ഇണയായി തുണയായി ഈ ഭൂലോകത്ത് ജീവിച്ച എന്റെ പെണ്ണ് തന്നെ വേണം, എന്റെ ആണ് തന്നെ വേണം എന്ന് ജീവിതം കൊണ്ട് പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോന്ന് ജീവിച്ചിരിക്കുമ്പോൾ ചോദിക്കണം. പലരും അള്ളാഹുവിന്റെ തിരുദൂതനെ പറ്റി കുറ്റം പറയാറുണ്ട്. മുഹമ്മദ് നബി എന്തിനാ 10 എണ്ണം കെട്ടിയത്, ഇസ്ലാമിൽ എന്തിനാ ആണുങ്ങൾക്ക് 4 എണ്ണം കെട്ടാന്ന് പറഞ്ഞത് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാന്റെ കല്യാണത്തെ പറ്റി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിച്ചതിൽ ഒരു കന്യകയേയുള്ളൂ. ബാക്കി പലതും വൃദ്ധകളും വിധവകളും അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടാൻ ആളില്ലാതെ സങ്കടപ്പെടുന്ന സാധു സ്ത്രീകളാണ്. മക്കയിലും മദീനയിലും നോക്കാൻ ആളില്ലാതെ മക്കളില്ലാതെ ഒറ്റപ്പെട്ട സാധു സ്ത്രീകളെ മഹർ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് മദീന പള്ളിന്റെ ചുറ്റും ചെറിയ കുടിലുകൾ ഉണ്ടാക്കി മരിക്കുന്നത് വരെ പൊന്നുപോലെ നോക്കിയതാ അള്ളാഹുവിന്റെ തിരുദൂതൻ. അല്ലാതെ ഒന്ന് കഴിഞ്ഞപ്പോ രണ്ടാമത്തെ കെട്ടാനോടിയതല്ല. ആദ്യത്തോടെയോളെ വാപ്പാനെയൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി ആളറിയാണ്ട് ഒരു ഉസ്താദിനെ കൂട്ടിക്കൊണ്ടുപോയി കെട്ടിക്കൊണ്ടുവന്നതല്ല. പെണ്ണിനെ സംരക്ഷിക്കാനും ആണിന് സമാധാനം കിട്ടാനും ആ കല്യാണം, അത് അവനവന്റെ കുടുംബത്തിൽ ആ ചേർന്ന് നിൽക്കലും ആ ചേർത്ത് നിർത്തലുമാണ് ഏത് കുടുംബത്തിന്റെയും സമാധാനം. പക്ഷെ ഇന്ന്
ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ നേരല്ല. ഭാര്യക്ക് ഭർത്താവിനെ ശ്രദ്ധിക്കാൻ നേരല്ല, ഭർത്താവിന് ഭാര്യയെ നോക്കാൻ നേരല്ല, മാതാപിതാക്കൾക്ക് മക്കളെ നോക്കാൻ നേരല്ല, മക്കൾക്ക് മാതാപിതാക്കളെ നോക്കാൻ നേരല്ല. ചില ആളുകളൊക്കെ മരിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരുടെയും വിലയറിയുക. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു കാഴ്ച കണ്ടില്ലേ? മരിച്ച വൃദ്ധയായ ഭാര്യ മറമാടിയ കബറും പുറത്തേക്ക് അയാൾ ദിവസവും വരും. മരിച്ച അന്ന് മുതൽ കഴിഞ്ഞ 16 കൊല്ലായിട്ട് അയാൾ ആ കബറും പുറത്തു വരും. ആ കബർ ഇന്നലെ എങ്ങാൻ മറമാടിയതുപോലെ അതിന്റെ മേലെയുള്ള പുല്ലുകളൊക്കെ അയാൾ പെറുക്കിക്കളയും. വളരെ വൃത്തിയിൽ ആ കബർ അയാൾ കൊണ്ടടക്കും. ആ കബറിന്റെ അരികിലേക്ക് ചെന്ന് ഓരോ തവണയും ഓരോ വക്ത നിസ്കാരത്തിനും ആ കബറിന്റെ അരികിൽ ചെന്ന് ആ കബറിങ്ങനെ തൊട്ടുഴിഞ്ഞും ആ കബറിന്റെ അടുത്തിരുന്ന് കരഞ്ഞും ആ കബറിലേക്ക് നോക്കിയിട്ട് പടച്ചോനോട് പ്രാർത്ഥിച്ചും നിൽക്കുമ്പോ കണ്ടു നിൽക്കുന്ന ചില നാട്ടുകാർ ചോദിച്ചു, അല്ല കാക്ക, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ജീവിക്കുമ്പോ അവക്ക് എന്തൊക്കെയോ എന്നോട് പറയാണ്ടായിരുന്നു, എനിക്ക് നേരല്ല അതിനും കേൾക്കാൻ. പക്ഷെ ഇന്ന് അവളിന്റെ കൂടല്ല, അവൾ പറയുന്നത് കേൾക്കാൻ എനിക്ക് നേരണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവൾ എന്നോടൊന്നും മിണ്ടാൻ. അവൾ എന്തൊക്കെയോ പറയണമെന്ന് മോഹിച്ചതൊക്കെ എന്നോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ മണ്ണിന്റെ അടി കിടക്കുന്ന അവൾക്ക് എന്നോട് സംസാരിക്കാൻ കഴിവില്ലാത്ത ഈ സമയത്ത് ആ കബറിന്മേൽ കൈ വെക്കുമ്പോ പോലും എന്റെ നെഞ്ചിന്റെ ഉള്ളൊന്ന് പടയും. നാളെ എന്റെയും നിങ്ങളുടെയും ഭാര്യമാര് മണ്ണിന്റെ അടി കിടക്കുമ്പോ ഒരു വക്തിനെങ്കിലും പടച്ച റബ്ബിന്റെ നേരെ കൈനീട്ടി പ്രാർത്ഥിക്കുമ്പോ, നാദാ എന്റെ കൂടെ പോന്ന എന്റെ പെണ്ണ് മനസ്സ് വെറുക്കാതെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നെ കൊണ്ട് കരയാതെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സ്വർഗം കാണിച്ചു കൊടുക്കുന്ന, അവൾക്ക് ദുനിയാവിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മഹാനായ ഒരു ഭർത്താവായിരുന്നു റബ്ബേ ഞാൻ എന്ന ആത്മവിശ്വാസത്തോടെ പറയാൻ നമുക്ക് സാധിക്കുമ്പോ, എന്നെ വിവാഹം കഴിച്ച എന്റെ ഭർത്താവ് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ എന്റെ സ്വർഗത്തിന് വേണ്ടി 8 കവാടങ്ങൾ തുറക്കപ്പെടാൻ എന്റെ സ്വഭാവം കൊണ്ട് തൃപ്തിപ്പെട്ട് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്കും എന്നെ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവത്തോടുകൂടി ഞാൻ പരിഗണിച്ചവനായിരുന്നു റബ്ബേ എന്റെ ഭർത്താവെന്ന് ആയുസ്സുള്ളപ്പൻ ചിന്തിക്കാൻ പറ്റിയിട്ടില്ലേ? പിന്നെ മരിച്ചിട്ട് കാണിക്കുന്ന ഈ ആർഭാടങ്ങളും അനാചാരങ്ങളും എന്തിനാ മനുഷ്യരെ? മരിച്ച ഭാര്യക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ ഉസ്താദിനോട് ദ്വാരക്കാൻ പറയും ചിലര്. വേണ്ട എന്ന അർത്ഥത്തിലല്ല, ജീവിച്ചിരിക്കുമ്പോ ഒന്ന് കൈപിടിക്കാൻ, ഒന്ന് ചേർന്ന് നിൽക്കാൻ, ഒന്ന് അള്ളാഹുവിന്റെ അരികിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധത്തിൽ ഒന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ. പലപ്പോഴും ഒരല്പകാലം കഴിയുമ്പോഴേക്കും ഭാര്യ ഭർത്താക്കന്മാര് മാനസികമായി അകലാൻ തുടങ്ങി. മരിക്കുന്നത് വരെ നിങ്ങൾ ഇണയും തുണയും തന്നെയാ. ഞാൻ ഏതൊക്കെ അവസ്ഥയിലെത്തിയിട്ടുണ്ടോ അറപ്പും വെറുപ്പുമില്ലാതെ എന്നെ ചേർത്ത് നിർത്താൻ പറ്റുന്നവൾ എന്റെ ഇണ മാത്രമാ. ഒരുപക്ഷെ എന്റെ മക്കൾക്ക് എന്നോട് പരിധിയുണ്ട്, എന്റെ പെൺമക്കൾക്ക് എന്നോട് പരിധിയുണ്ട്. പക്ഷെ പരിധിയില്ലാതെ എന്നെ സ്നേഹിക്കാൻ, എന്നെ ചേർത്ത് നിർത്താൻ എന്റെ തുണക്കാണ് സാധിക്കുന്നതെങ്കിൽ മനുഷ്യരെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നെറ്റിത്തടത്തിലെ നിസ്കാരത്തഴമ്പ് കൊണ്ടും ഉടുക്കുന്ന സലഫി പർദ്ദകളെ കൊണ്ടും ഓതിത്തീർത്ത ഖുർആനിക വചനങ്ങളെ കൊണ്ടും സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. വല്ലർഹാം, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ആരും ചോദിച്ചിട്ടില്ലെങ്കിലും രാത്രി കിടന്നുറങ്ങുന്ന കിടക്കപ്പായയിൽ പോലും 2 ഭാഗത്തേക്കാണ് ചെരിഞ്ഞു കിടക്കുന്നതെങ്കിലും നാഥന്റെ മുൻപിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഞാൻ ഇന്നൊക്കെ പറയാറുണ്ട് എല്ലാവരോടും, എല്ലാവരെയും ബെഡ്റൂമിൽ എന്താന്ന് പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ചിലപ്പോ ക്ലാസ്സിനൊക്കെ വരുമ്പം തേനും ഈച്ചന്റെ മാതിരിയാ വരിക, കല്യാണത്തിന് പോകുമ്പോഴും അങ്ങനെയൊക്കെയാ പോകുക. പക്ഷെ പല രാവുകളിലും മനസ്സ് വെറുത്ത് അകന്ന് സ്വന്തം കുടുംബത്തിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്, നമുക്ക് അല്ലാഹു തന്ന കുടുംബത്തെ പറ്റി പടച്ച റബ്ബ് ചോദിച്ചിട്ടല്ലാതെ കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കാൻ ഒരാൾക്കും അല്ലാഹു തആല അവകാശം നൽകുകയില്ല. ആ ചോദ്യത്തെ കുറിച്ചുള്ള ഭയപ്പാടായിരുന്നു പ്രവാചകന്റെ സഹാബാക്കളെ കുടുംബത്തെ ശ്രദ്ധിക്കാൻ പര്യാപ്തമാക്കിയത്. പട്ടിണി കിടന്നാലും അങ്ങേയറ്റം ദാരിദ്ര്യത്തിന്റെ പടുക്കുയിൽ ജീവിക്കേണ്ടി വന്നാലും എന്റെ മക്കളെയും കുടുംബത്തെയും ഞാൻ ഒരിക്കലും അള്ളാഹുവിന്റെ നരകത്തിലേക്ക് പറഞ്ഞയക്കില്ലെന്നും എന്റെ മക്കള് എന്റെ മക്കളായി ജനിച്ചത് അഭിമാനമാണെന്ന് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ പറയുമെന്നും വിശ്വാസത്തിന്റെയും കരുത്തിന്റെയും ജീവിത ചിട്ടയിലൂടെയായിരുന്നു സഹാബാക്കൾ അവനവന്റെ കുടുംബത്തെ കൊണ്ട് നടന്നത്. ആലോചിച്ചു നോക്കൂ, ഒരു സുബഹി നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റോടുന്ന ഒരു സുഹാബിയോട് തിരുദൂതൻ ചോദിച്ചു, സഹോദരാ,
താങ്കൾക്ക് ദിക്ർ വേണ്ടേ? അള്ളാഹു കാത്തിരിക്കുകയല്ലേ? താങ്കൾ അള്ളാഹുവിന്റെ നേരെ കൈനീട്ടാൻ മടിക്കുന്നത് എന്താ? ആ ചെറുപ്പക്കാരൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാനും എന്റെ മക്കളും കുടുംബവും 4 ദിവസമായി പട്ടിണിയില്ല. എന്റെ അയൽപ്പക്കക്കാരന്റെ ഈത്തപ്പഴം കൊലച്ചിട്ടുണ്ട് നബിയെ. അതെന്റെ പറമ്പിലേക്ക് ഒരു ചെറു കാറ്റടിച്ചാൽ വീഴുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പട്ടിണി കിടക്കുന്ന എന്റെ മക്കളെങ്ങാനും നേരം വെളുക്കുമ്പോ എഴുന്നേൽക്കുമ്പം കാണുന്നത് ആ കാരക്കയാണെങ്കിൽ അവരതെടുത്ത് വായിലിട്ടും അവരത് കഴിക്കും നബിയെ. എന്റെ മക്കൾ എഴുന്നേൽക്കുന്നതിന്റെ മുൻപ് എനിക്ക് ഈ ജമാഅത്ത് കഴിഞ്ഞ് വീട്ടിലെത്തി എന്റെ പറമ്പിലേക്ക് വീണ കാരക്കയുടെ കഷണങ്ങളെടുത്ത് കാരക്കയെടുത്ത് അയൽപ്പക്കക്കാരന്റെ പറമ്പിലേക്ക് ഇടണം നബിയെ. അതുകൊണ്ടാ ഞാൻ പോകുന്നതെന്ന് തിരുദൂതനോട് യാത്രക്കിടയിൽ വെപ്രാളപ്പെട്ട് പറഞ്ഞ് തിരിച്ചോടി തന്റെ പറമ്പിൽ വീണ ഈത്തപ്പഴത്തിന്റെ അടുത്ത് സഹോദരന്റെ പറമ്പിലേക്കിട്ട് സ്വന്തം മക്കളുടെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മാതാപിതാക്കളാണെങ്കിൽ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും അവനവന്റെ കുടുംബത്തിലേക്ക് ജാഗ്രതയോടെ ഇടപെടാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ തിരുദൂതൻ ബദർ യുദ്ധത്തിന് വേണ്ടി സഹാബാക്കൾ ഒരുമിപ്പിച്ചു കൂട്ടാൻ തുടങ്ങി. ഇസ്ലാമിക ചരിത്രത്തിൽ ഇതുപോലൊരു വാപ്പനെയും മകനെയും കാണാൻ പറ്റൂല എന്നാണ്. ബദർ യുദ്ധത്തിന് വേണ്ടി സഹാബാക്കളെ ഒരുക്കി നിർത്തുമ്പോ അൻസാരികളുടെ കൂട്ടത്തിലുള്ള സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി നിന്നു. വാപ്പ ഖൈസമാന്റെ അരികിൽ ചെന്ന് സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വാപ്പ നിങ്ങളെ വാളെനിക്ക് വേണം. തിരുദൂതന്റെ കൂടെ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ആ പിതാവ് തിരിച്ചു പറഞ്ഞ മറുപടി, മോനെ വാപ്പ പങ്കെടുത്തോളാം, മകൻ ഇനിയും അവസരം കിട്ടും. ആ പിതാവിന്റെ മുഖത്ത് നോക്കി സഅദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഉപ്പ ഞാൻ ജനിച്ച അന്ന് മുതൽ നിങ്ങൾ എന്നെ മോഹിപ്പിക്കുന്നതാണ് സ്വർഗം. നിങ്ങളുടെ വാക്കുകളിലും നിങ്ങളുടെ ചരിത്രത്തിലും ഞാൻ ആ സ്വർഗം പലപ്പോഴും കണ്ടിട്ടുണ്ട് വാപ്പ. താങ്കളെക്കാൾ മുൻപ് ഈ ദുനിയാവുന്ന അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ എനിക്കാണ് അർഹതയെങ്കിൽ ഞാൻ ആ യുദ്ധത്തിൽ പങ്കെടുക്കും. മകന്റെ കയ്യിലേക്ക് വാള് വെച്ചു കൊടുത്ത് ഖൈസമ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു മകനെ യാത്രയാക്കി. ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന സഹാബാക്കളുടെ കൂട്ടത്തിൽ മകനെ കാണാതായപ്പോ ഖൈസമ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അരികിൽ ചെന്ന് ചോദിച്ചു, നബിയെ, എന്റെ മകൻ ഇബ്നി സഅദ്, എന്റെ മകൻ എവിടെ നബിയെ? അള്ളാഹുവിന്റെ പ്രവാചകൻ അല്പം സങ്കടത്തോടെ പറഞ്ഞു, ഖൈസമ, അള്ളാഹു തന്നത് തിരിച്ചെടുക്കാനും അള്ളാഹുവിനാണ് അവകാശം. പിന്നീട് ഒരക്ഷരം ശബ്ദിക്കാതെ കണ്ണു നിറഞ്ഞ് ആ മനുഷ്യൻ തിരിച്ചു നടക്കുമ്പോ കണ്ടു നിൽക്കുന്ന ചിലരൊക്കെ ചോദിച്ചു, എന്തിനാ ഖൈസമ കരയുന്നത്? ഇതാണോ ഇസ്ലാമിന്റെ മര്യാദ? മകൻ മരിച്ചത് കേട്ടിട്ട് കരയാനാണോ റസൂലുള്ള പഠിപ്പിച്ച്? ആ പറഞ്ഞു പരിഹസിക്കുന്ന സഹാബാക്കളെ മുഖത്തു നോക്കി റസൂലുള്ള പറയുന്ന ഒരു വാക്കുണ്ട്, ആരും ഖൈസമാനെ കളിയാക്കരുത്. ഏതൊരു വാപ്പാന്റെ മനസ്സിലും മക്കളോടുള്ള സ്നേഹമാണ് ആ കണ്ണുനീർ. അത് ഖൈസമ കരയട്ടെ, സഅദിനെ ഓർത്ത് അദ്ദേഹം കരയട്ടെ. മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഖൈസമ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അരികിൽ വന്ന് ചോദിച്ചു, നബിയെ, അടുത്ത യുദ്ധത്തിൽ എന്നെയും പങ്കെടുപ്പിക്കണം. അത്ഭുതത്തോടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്തിന് ഖൈസമ, താങ്കൾക്ക് എന്തേ ഇപ്പൊ അങ്ങനെ തോന്നാനുള്ള കാരണം? വിങ്ങിപ്പൊട്ടി ഖൈസമ റളിയല്ലാഹു അൻഹു തിരിച്ചു പ്രവാചകന്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്, റസൂലേ, പല രാത്രികളിലും എന്റെ സ്വപ്നത്തിൽ എന്റെ മകനെ ഞാൻ കാണുന്നുണ്ട്. ആ മകൻ എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു നബിയെ, എന്റെ വാപ്പ ഇത്രമാത്രം പടച്ച റബ്ബിന്റെ സ്വർഗീയ അനുവാദം എന്റെ കബറിൽ എനിക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ എന്റെ സ്വർഗം ഞാൻ കാത്തിരിക്കുകയാണ് വാപ്പ. ആ സ്വർഗത്തിലേക്ക് കയറി ചെല്ലാൻ മനസ്സും ശരീരവും ഞാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്തും എനിക്കൊരു സങ്കടമേ ഉള്ളൂ വാപ്പ, എന്റെ വാപ്പ എന്റെ കൂടെയില്ല എന്ന സങ്കടം. അതുകൊണ്ട് വാപ്പ, നിങ്ങളും കൂടി ആ സ്വർഗത്തിൽ എന്റെ കൂടെയുണ്ടാവണേ വാപ്പ എന്നെന്റെ മകൻ എന്റെ സ്വപ്നത്തിലൂടെ കരഞ്ഞു പറയുന്നത് എന്റെ ചെവികളിൽ കേൾക്കുന്നു നബിയെ. അതുകൊണ്ട് പ്രവാചകരെ, ഇനിയൊരു യുദ്ധമുണ്ടെങ്കിൽ ഈ ഖൈസമാന്റെ ആരോഗ്യം ഉപയോഗിച്ച് സാധ്യമാകുന്ന രീതിയിൽ താങ്കളുടെ പിന്നാലെ ഇസ്ലാമിന്റെ വാളായി എന്റെ മകനെ മനസ്സിൽ കണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി എന്റെ മകനോടൊപ്പം സ്വർഗത്തിൽ കയറാൻ എനിക്കും അവകാശം നൽകുന്ന ഒരനുവാദം പ്രവാചകരെ താങ്കളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി അനുവാദം ചോദിക്കുന്ന ആ മാനസികമായ അവസ്ഥയിലേക്ക് അവരെത്താനുള്ള കാരണം അവരാ സ്വർഗത്തിലേക്ക് കുടുംബത്തെ എത്തിക്കാൻ മത്സരിച്ചത് കൊണ്ടാണ്. ആ മത്സരിക്കാനാ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചതും. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ മുൻപിൽ നെറ്റിത്തടം ചേർത്തു വെക്കുന്നവരെ,
ഇന്ന് വരെ ജാറത്തിങ്കലോ മക്ബറയിലോ പോയി അള്ളാഹുവിന്റെ മാർഗത്തിൽ ശിർക്ക് ചെയ്യാത്തവരെ, മന്ത്രിച്ചൂതുന്ന ഏലസുകൾക്ക് വേണ്ടി കൈകളോ കാലുകളോ അരകളോ വീടിന്റെ മോന്തായങ്ങളോ നീക്കിക്കൊടുക്കാത്തവരെ, വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകൾ കൃത്യമായി 1ഉം 10ഉം 100ഉം തവണ ഖതമുകളായി ഓതി തീർക്കുന്നവരെ, പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ചൊല്ലി സഫാ മർവ കുന്നുകൾക്കിടയിലേക്ക് ആവേശത്തോടെ അല്ലാഹുവിന് ഉത്തരം കൊടുത്ത അടിമകളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാലുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെ മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ. ഞാൻ പള്ളിക്ക് പോകാറുണ്ട്, എന്റെ മക്കളെ ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചു വന്നത്, നാളെ അള്ളാഹുവിന്റെ മുൻപിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മളെ കുടുംബത്തിന്റെ വിഷയത്തിലായിരിക്കും. വിശ്വസിച്ചേൽപ്പിച്ച ഒരു അമാനത്തായി അള്ളാഹു നൽകിയ കുടുംബം അള്ളാഹുവിന്റെ മുൻപിൽ ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ, അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ചിന്തിക്കുകയും സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അത്യാവശ്യം ദീനീ ചിട്ടയിലൊക്കെ ജീവിക്കുന്ന നമ്മളെ നാട്ടിലെ നമ്മളെ മക്കൾ എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ആ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മളെ വിളിച്ചു വരുത്തുകയും ചെയ്യുമ്പോൾ, അത്രയും പോലീസുകാർക്ക് നടുവിൽ വെച്ചോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട 1 or 2 കുടുംബക്കാരുടെ മുൻപിൽ വെച്ചോ നമ്മളെ മക്കളെ മുൻനിർത്തി ആ പോലീസുകാരൻ നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ എത്രമാത്രം അപമാനം നമ്മൾ നേരിടുണ്ടാവും, എത്രമാത്രം നമ്മൾ മാനസികമായി തകർന്നു പോകും എന്നുള്ളതൊരു സങ്കല്പിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. ആ ഒരു ചോദ്യം ഈ ഭൂലോകത്തുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് മക്കളെന്ന മഹാ അനുഗ്രഹവും കുടുംബം എന്ന മഹാ സൗഭാഗ്യവും തന്ന റബ്ബിന്റെ മുൻപിലാണെങ്കിലോ. അതുകൊണ്ടാണ് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ നിങ്ങളെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അവനവന്റെ കുടുംബത്തെയും കൂടി ശ്രദ്ധിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്താനുള്ള കാരണം, ഇന്ന് എല്ലാ രംഗത്തും ജീർണത ബാധിക്കുന്നത് പോലെ നമ്മുടെ മക്കളുടെ വിശ്വാസ രംഗത്ത് പോലും വലിയ ജീർണത ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരീശ്വരവാദം പടർന്നു പിടിക്കുകയും ലിബറൽ ചിന്താഗതിക്കനുസരിച്ച് മക്കൾ ജീവിക്കുകയും പെണ്ണ് പെണ്ണിനെയും ആണ് ആണിനെയും കല്യാണം കഴിക്കുന്ന മാനസിക താല്പര്യത്തിലേക്ക് അവരെത്തിപ്പെടാൻ തുടങ്ങി. ഞരമ്പുകളിൽ കുത്തിവെക്കലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും, മുതിർന്നവരോട് തർക്കുത്തരം പറയവരും ചെറിയവരോട് കാരുണ്യമില്ലാതെ പെരുമാറലും, ആളുകൾക്ക് മുൻപിൽ വലിയ സംസാരങ്ങൾ സംസാരിക്കലും ഹീറോയിസമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കാലഘട്ടം. വിശ്വാസ രംഗത്ത് പോലും നമ്മളെ മക്കൾ അബദ്ധത്തിലേക്ക് എത്താൻ തുടങ്ങി. എന്തിനാണ് മതം? ആ മതമല്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ചോദിക്കുന്ന നിരീശ്വരവാദികളുടെ ലിബറലുകളുടെ ചിന്തകൾക്കനുസരിച്ച് മുവഹിദായ വാപ്പാന്റെ മക്കൾ പോലും മുവഹിദായ ഉമ്മാന്റെ മക്കൾ പോലും മതത്തെ വെറുക്കാൻ തുടങ്ങി. വളരുന്ന പെൺമക്കളോട് ചിലർ ബോധ്യപ്പെടുത്തി കൊടുത്തു, വിവാഹം കഴിക്കരുത്, ബാധ്യതയാ. സ്വന്തമായി പഠിച്ച് കാലിൽ നിന്ന് ആണിനെ പോലെ ജീവിക്കണം, ആണിനെ പോലെ വരുമാനമുണ്ടാക്കണം, അതുകൊണ്ട് വിവാഹം എന്ന കെട്ടിക്കൂട്ടലിന്റെ ഉള്ളിലേക്ക് പോകരുത് എന്ന് പല പെൺമക്കളുടെ മനസ്സുകളിലും കുത്തിവെച്ചതിന്റെ പരിണിത ഫലമാ ഇന്നും 24, 25, 26 വയസ്സായിട്ടും വിവാഹത്തിന്റെ താല്പര്യം കാണിക്കാതെ അവനവന്റെ ജീവിതം മാത്രം ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന മക്കൾ. ദാമ്പത്യത്തിന്റെ സുഖം കിട്ടണമെങ്കിൽ ഡേറ്റിംഗ് മതി, ലിവിംഗ് ടുഗദറുകൾ മതി, അതല്ലെങ്കിൽ സൗഹൃദങ്ങളോ ബെസ്റ്റികളോ മതി എന്ന് ചിന്തിക്കപ്പെടുന്ന രീതിയിലേക്ക് മക്കളുടെ മനസ്സുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, രക്ഷിതാക്കളെ, മക്കളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ എത്തിക്കണമെങ്കിൽ അവർ മുവഹിദീങ്ങളാവണം, തൗഹീദ് ഉറച്ച മക്കളാവണം. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമ മരണത്തിന്റെ തൊട്ടു മുൻപ് ചോദിക്കുന്നില്ലേ, മക്കളെ, എനിക്ക് ശേഷം നിങ്ങൾ ആരാരാധിക്കും? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഉറപ്പുവരുത്തുന്നു, മക്കളെ, എനിക്ക് ശേഷം നിങ്ങൾ ആരാധിക്കും? റബ്ബിന്റെ കോടതിയിൽ അള്ളാഹു പരിഗണിക്കുന്നത് ആദർശ ബന്ധം കൊണ്ട്, കുടുംബ ബന്ധം കൊണ്ട് മാത്രമല്ല,
മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. നൂഹിന്റെ മകൻ അവിശ്വാസികളിൽപ്പെട്ടവനായിരുന്നു. കപ്പൽ നിർമ്മിക്കുന്ന സമയത്ത് പിതാവിന്റെ മുഖത്ത് നോക്കി ആ മകൻ പറഞ്ഞൊരു വാക്കുണ്ട്, വാപ്പ വല്ല പാറയുടെ മുകളിലും കയറി മലമുകളിലും കയറി ഞാൻ അങ്ങ് രക്ഷപ്പെട്ടുകൊള്ളാം. പ്രളയം കുത്തിയൊലിച്ചു വന്നു. ആ പ്രളയത്തിൽപ്പെട്ട് മകൻ വെപ്രാളപ്പെട്ട് ശ്വാസം മുട്ടി വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് കണ്ടപ്പോ വനാദാ നൂഹുൻ റബ്ബഹു ഫഖാല റബ്ബി ഇന്നി ബിനി മിൻ അഹ്ലി, മുങ്ങിത്താഴുന്ന മകന്റെ മുഖത്തേക്ക് നോക്കി നൂഹ് നബി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, റബ്ബി ഇന്നി ബിനി മിൻ അഹ്ലി, പടച്ച റബ്ബേ എന്റെ മകൻ, എന്റെ ചോര, എന്റെ കുടുംബമാ റബ്ബേ, അവൻ എന്റെ അഹ്ലാണ് റബ്ബേ. അള്ളാഹു ഒരു വാക്ക് കൊടുത്തിരുന്നു, നൂഹേ നിന്റെ മക്കളെ, കുടുംബത്തെ ഞാൻ അതിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുമെന്ന്. അതുകൊണ്ട് റബ്ബേ നീ എന്നോട് നീതി കാണിക്കണം. നീ കരാറ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ മകനെ എനിക്ക് രക്ഷപ്പെടുത്തി തരണം. അതിന് അള്ളാഹു തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, നീ വിശ്വസിക്കുന്ന വിശ്വാസം, നീ വിശ്വസിക്കുന്ന ആദർശം, നീ വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസം, ആ വിശ്വാസം നിന്റെ മകനില്ലാത്തത് കൊണ്ട് ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. നിന്റെ കുടുംബത്തിൽപ്പെട്ടവനായി പരിഗണിച്ച് നിന്റെ മകനെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് അള്ളാഹു തിരിച്ചു പറയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ മക്കൾ സ്വർഗത്തിലെത്തണമെങ്കിൽ ആദർശബന്ധം, ആദർശ ചിട്ട, ആദർശബോധം ഇന്നത്തെ മക്കൾക്കുണ്ടാവണം. ഒളിഞ്ഞും തെളിഞ്ഞും ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറക്ക് മുകളിലൂടെ കറുത്ത ഉറുമ്പരിച്ചു വരുന്നത് പോലെ ശിർക്ക് നമ്മളെ മക്കളിലേക്കും കയറി വരുന്നുണ്ട്. വ്യക്തിവിരോധമോ വ്യക്തി പൂജയോ വ്യക്തി താല്പര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോടുള്ള ഇഷ്ടമോ അവരുടെ വിശ്വാസത്തെ വികലമാക്കുകയും അവരുടെ ആദർശത്തെ പോലും പണയപ്പെടുത്തുന്ന അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും നിർമ്മിത കഥകളിലേക്കും കെട്ടുകഥകളിലേക്കും മക്കളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഓരോ മാതാപിതാക്കളും മുവഹിദീങ്ങളായ വക്കം മൗലവി ഉറച്ചു നിന്ന, സെയ്ദ് മൗലവി ഉറച്ചു നിന്ന, അമാനി മൗലവി ഉറച്ചു നിന്ന, അല്ലെങ്കിൽ മുൻകാലഘട്ടത്തിലുള്ള അബുസ്വബാഹ് മൗലവിയെ പോലെയുള്ള ആളുകൾ ഉറച്ചു നിന്ന ആദർശത്തിൽ നമ്മളെ മക്കൾ ഉണ്ടാവണം. അറിയിച്ചു കൊടുക്കണം അല്ലാഹുവേ ഉള്ളൂ എന്ന്. എന്നെന്നും ജീവിക്കുന്ന, ഉറക്കമും മയക്കമും ബാധിക്കാത്ത, എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്ന, ഏത് പ്രതിസന്ധിയിലും സഹായിക്കുന്ന, ഏത് ഘട്ടത്തിലും സഹായം ചോദിക്കാൻ പറ്റുന്ന അല്ലാഹു, അവൻ മതി മക്കളെ എന്ന് മക്കൾക്ക് അറിയിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആരുടെയൊക്കെയോ വാക്ക് കേട്ട് തോണ്ടിത്തീരുന്ന 30 സെക്കൻഡിന്റെ റീൽസുകൾക്ക് പിന്നിൽ മക്കളുടെ വിശ്വാസവും ആചാരങ്ങളും ലിബറലുകളായും തോന്നിവാസികളായും അന്ധവിശ്വാസികളായും ശിർക്കൻ വാദങ്ങളിലേക്കും മക്കൾ പോകുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ ഗൗരവത്തോടെ ചോദിക്കണം, എന്താണ് മോനെ നിന്റെ ആദർശം? നീ പോകുന്ന വെള്ളിയാഴ്ചയുടെ പള്ളി ഏത്? ആ പള്ളിയിൽ നിന്നും കേൾക്കുന്ന ഖുതുബയേത്? ആ ഖുതുബയിൽ നിനക്ക് മനസ്സിലായതെന്ത്? നീ ഓതുന്ന ആയത്തുകളുടെ നിർവചനം എന്ത്? എന്നിങ്ങനെ ചോദിച്ച് പഠിച്ച് പഠിപ്പിച്ച് മക്കളെ ആദർശബോധത്തോടുകൂടി തൗഹീദിൽ ഉറപ്പിച്ചു നിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. മക്കൾക്ക് മാത്രമല്ല, ഭാര്യമാർക്കും എത്ര ഭാര്യമാരുണ്ട് ആദർശബോധം നഷ്ടപ്പെട്ടു പോയവർ. കൂട്ടത്തിൽ വരുമ്പോ അങ്ങ് നന്നാക്കാം, അവർക്ക് ദീൻ അറിയിച്ചു കൊടുക്കാം എന്ന് മോഹിപ്പിച്ച് കല്യാണം കഴിച്ചതിന് ശേഷം ഇന്ന് വരെ ഒരു വെള്ളിയാഴ്ച പള്ളിയിലേക്ക് കൊണ്ടുപോകാത്തവരുണ്ട്. എന്തിനാ പള്ളി എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേയുള്ളൂ, അൽ ഈമാനു യസീദു വയൻകുസു. ഈമാൻ ചിലപ്പോ കുറയും, ചിലപ്പോ കൂടും. ഇന്നും നമ്മളെ കൂടെ വന്ന് ഒരു വെള്ളിയാഴ്ചത്തെ ജുമയിലെ കൃത്യമായ ഇസ്ലാമിക നിലപാട് അവർക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നീ വിവാഹം കഴിച്ചത് അവൾക്കുള്ള പരീക്ഷണമാവാം. അവൾ ഇന്നും അന്ധവിശ്വാസിയാണെങ്കിൽ, അവൾ ഇന്നും മൗലൂദിന് പോകുന്നുണ്ടെങ്കിൽ, അവൾ ഇന്നും കുത്തുറാത്തീബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവൾ ഇന്നും വാപ്പാന്റെ ആണ്ട് കഴിക്കുന്നുണ്ടെങ്കിൽ, അവൾ ഇന്നും ആചാരങ്ങൾ മാറ്റുന്നില്ലെങ്കിൽ, അവൾ ഇന്നും കസവെടുക്കുന്നുണ്ടെങ്കിൽ, അവൾ ഇന്നും പൂപ്പലി പാടുന്നുണ്ടെങ്കിൽ, അവൾ ഇന്നും അന്ധവിശ്വാസത്തിൽ പോകുന്നുണ്ടെങ്കിൽ, അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പരീക്ഷണം ഭർത്താവ് എന്ന നീയായിരിക്കും. നിന്റെ ജീവിതത്തിൽ അവൾക്ക് മാറ്റം വരുത്താൻ പറ്റുന്നില്ലെങ്കിൽ, സുബ്ഹിന്റെ സമയത്ത് നിന്നെ വിളിച്ചുണർത്താൻ അവൾക്ക് പറ്റുന്നില്ലെങ്കിൽ, നിന്നെയും ആൺമക്കളെയും ജമാഅത്തിന് പറഞ്ഞയക്കാൻ
അവളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ, ആ വീട്ടിന്റെ ചുമരുകൾക്കുള്ളിൽ അള്ളാഹുവിന്റെ ഖുർആൻ ഓദിക്കാനും ഓതി കേൾപ്പിക്കാനും അവൾക്ക് പറ്റുന്നില്ലെങ്കിൽ, നിനക്ക് കിട്ടാവുന്ന പരീക്ഷണമാ ദീനില്ലാത്ത നിന്റെ പെണ്ണ്, നിങ്ങൾക്ക് കിട്ടാവുന്ന പരീക്ഷണമാ ദീനില്ലാത്ത നിങ്ങളുടെ ഭർത്താവ്. അതുകൊണ്ട് പഠിപ്പിക്കണം. മക്കൾക്ക് മാത്രമല്ല, ഭാര്യ ഭർത്താക്കന്മാർക്കും ഭർത്താവ് ഭാര്യമാർക്കും ആ കുടുംബത്തിലെ അദബുകൾ എന്താണെന്ന്, കുടുംബത്തിൽ എങ്ങനെ അദബുകളെ കൊണ്ടുവരാമെന്ന്. അതല്ലേ റബ്ബ് പഠിപ്പിച്ചതും, ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ, നീയും നിന്റെ ഇണയും സമാധാനത്തോടുകൂടി റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുക. ഇന്ന് പല കുടുംബത്തിലും അദബ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അത് അറിയിച്ചു കൊടുക്കാൻ പോലും പലർക്കും സാധിക്കുന്നില്ല. മദ്രസയിലെ 7ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസത്തോടുകൂടി പല മക്കളുടെയും ദീനീ വിവരം അവിടെ അവസാനിക്കുന്നു. പിന്നീട് അവർക്ക് കിട്ടുന്നത് ആരോ പടച്ചുവിടുന്ന ഇല്ലാത്ത ചില വാദങ്ങൾ മാത്രം, ഇല്ലാത്ത ചില കഥകൾ മാത്രം. അതുപോരാ, മക്കൾക്ക് അദബെന്തെന്ന് അറിയിച്ചു കൊടുക്കണം. എന്തിനാണ് അദബെന്ന് അറിയിച്ചു കൊടുക്കണം. മുതിർന്നവരെ ബഹുമാനിക്കണം, ഇളയവരോട് കാരുണ്യം കാണിക്കണം, മാന്യമായി സംസാരിക്കണം. നാളെ റബ്ബിന്റെ കോടതിയിൽ ഖിയാമത്ത് നാളിൽ മാമിൻ ഷൈഇൻ അസ്കലു ഫീ മീസാനിൽ അബ്ദി, ഒരടിമയുടെ തുലാസിൽ കനം തൂങ്ങുന്നതിൽ ഏറ്റവും വലിയ കനം തൂങ്ങുന്നത് മിൻ ഹുസ്നിൽ ഖുൽഖി, അവരുടെ സ്വഭാവത്തിന്റെ പേരിലായിരിക്കും. ഇന്ന് നമ്മൾ പറയാറുണ്ട്, ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, ചിലപ്പോ MSMന്റെ പരിപാടികളൊക്കെ ക്ഷണിക്കാൻ വേണ്ടി ചില വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ വീട്ടിന്റെ കൊലായിൽ സിറ്റ് ഔട്ടിൽ മൊബൈലിന്റെ എയർഫോണുകൾ ചെവിയിൽ തിരികിയിരിക്കുന്ന ചില മക്കളുണ്ടാവും. നമ്മൾ ചെന്നതുപോലും പരിഗണിക്കാതെ, ഒരു അദബ് എന്താണെന്ന് പോലും അറിയാത്തവർ. വാപ്പണ്ട മോനെ എന്ന് ചോദിച്ചാൽ കേട്ടിട്ടും കേൾക്കാത്തവനെ പോലെ കയറിപ്പോകുന്നവരുണ്ട്. അവനവന്റെ കിബറിനനുസരിച്ചിട്ട് പെരുമാറാൻ മനസ്സ് കാണിക്കാത്തവരുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ ചില മക്കളെ തൊട്ട് നമ്മൾ പറയാറില്ലേ, എന്ത് നല്ല മക്കളാ റബ്ബേ, എന്തൊരു നല്ല സ്വഭാവം അതിൻ്റെത്. അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം മതി എന്നല്ല റബ്ബ് പറയുന്നത്. അതിനുവേണ്ടി കുടുംബത്തിൽ പണിയെടുക്കണം, വേണ്ട സമയത്ത് ഉപദേശങ്ങൾ കൊടുക്കണം. നമുക്കും നേടാൻ പറ്റുന്നതാ, അത് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. അദബുകൾ കുടുംബത്തിൽ വളർത്തിയെടുക്കാൻ ഓരോ മാതാപിതാക്കൾക്കും സാധിക്കണം. വസ്ത്രത്തിന്റെ കാര്യത്തിൽ, സ്വഭാവത്തിന്റെ കാര്യത്തിൽ ഇക്കഴിഞ്ഞ ദിവസം ഐസക്കിൽ പങ്കെടുത്തൊരു ചെറുപ്പക്കാരൻ അവന്റെ കുറിപ്പിൽ എഴുതി വെച്ചൊരു മനോഹരമായ വാക്കുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഉമ്മയെപ്പോലെയുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയാ. എന്റെ ഉമ്മയെപ്പോലെയുള്ള ഒരു പെണ്ണിനെ, ഒരു തുണയെ കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്റെ ഉമ്മയുടെ ഔറത്ത് എന്റെ വാപ്പ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ പിതാവിനോട് ഇത്രയും മനോഹരമായി സംസാരിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ എന്റെ ഉമ്മാനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ പോലും നിസ്കാരപ്പായയിലിരുന്ന് ഉപ്പാക്കും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഉമ്മ, മാന്യമായി മക്കളോട് ഇടപെടുന്ന ഒരു ഉമ്മ, വാപ്പാന്റെ ഉമ്മനോട് മനോഹരമായി പെരുമാറുന്ന ഉമ്മ, കുടുംബക്കാരോട് വേണ്ട ഇസ്ലാമിന്റെ അകലം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ മുഹറമീങ്ങളായ ആളുകളോട്, ഹലാലായ ബന്ധങ്ങളോട് മാന്യമായി ഇടപെടുന്ന ഉമ്മ. എന്നിട്ടവൻ അവസാനം രേഖപ്പെടുത്തി, ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കുണ്ടാകുന്ന ഒരു തുണ എന്റെ ഉമ്മയെപ്പോലെയാവണം. ആ ഉമ്മ ഭാഗ്യം ചെയ്തമ്മയാ. ഇതുപോലെ തന്നെ ചില വാപ്പാരെ പറ്റി എഴുതാറുണ്ട്. ഇന്ന് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, അവനവന്റെ തലമറച്ചിരിക്കുന്ന പുതപ്പ് പോലും ഒന്ന് മാറ്റാൻ കഴിവില്ലാത്തവരാ ഇന്നത്തെ കാലഘട്ടത്തിലെ പല രക്ഷിതാക്കളും. കുറ്റപ്പെടുത്തുകയല്ല, ഹയ്യാലസ്വലാന്ന് കേട്ടാലും നമുക്ക് എഴുന്നേൽക്കാൻ തോന്നുന്നില്ല. ഇന്ന് നേരം വെളുത്തപ്പോ ഒരു 10 പേജ് വേണ്ട, ഒരു 10 ആയത്തോതിയവർ എത്ര പേരുണ്ട്? എത്ര വാപ്പാർക്ക് മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും? മക്കളെ, സൂറത്തുൽ അൻകബൂത്ത്, ചിലന്തിന്റെ പേരുള്ള ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന് ആ പേര് കിട്ടാനുള്ള കാരണം എന്താണെന്നറിയോ? നമുക്കറിയാല. സൂറത്തുൻ നഹ്ല്, സൂറത്തുൻ നംല്, ഇതൊന്നും നമ്മൾ പഠിക്കാതെ നമ്മളെ മക്കൾക്ക് വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്നല്ല അള്ളാഹുവിന്റെ വാക്ക്. കുടുംബത്തെ സ്വർഗത്തിൽ കാണണോ? നിങ്ങളുടെ കുടുംബത്തെ അദബിലൂടെ കൊണ്ടു നടക്കാൻ പഠിപ്പിക്കണം. ഇബാദത്ത് കർമ്മങ്ങളെ പതിവാക്കണം. നമസ്കാരം, നോമ്പ്, അവനവനെ കൊണ്ട് സാധ്യമാകുന്ന സൽക്കർമ്മങ്ങൾ, ഇങ്ങനെ ഓരോ രംഗത്തും അവരുടെ ജീവിതത്തിലേക്ക് ചേർന്ന് നിന്ന് അവർക്ക് മനോഹരമായ ജീവിതത്തിന്റെ ചിട്ടകൾ കാണിച്ചു കൊടുക്കാൻ പറ്റണം. ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗം അവരെ ദീനീ പ്രവർത്തനത്തിന്റെ ആളുകളാക്കുക എന്നുള്ളത് മാത്രമാണ്.
ഒന്ന് ചിന്തിച്ചു നോക്കൂ. അറബിക് കോളേജിൽ പോയവർ, ഇസ്ലാമിന്റെ ദഅവത്ത് രംഗത്ത് ഇടപെട്ടവർ, ആരെങ്കിലും മോശപ്പെട്ട വഴിയിലേക്ക് പിന്നീട് മാറി എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അല്ലാഹു പോലും വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു ആരാണ് നല്ലവൻ. ഇന്ന് ചില രക്ഷിതാക്കൾ പറയുന്നത് പോലെ, ചില മാതാക്കൾ പറയുന്നത് പോലെ, മൂത്ത മകൻ നല്ലോണം പഠിക്കാൻ കഴിവുണ്ട്, ഓനെ ഞങ്ങൾ നാട്ടിൽ പഠിപ്പിച്ചു, പിന്നെ ബാംഗ്ലൂർ വിട്ട് പഠിപ്പിച്ചു, ഇപ്പൊ അത്യാവശ്യം നല്ല സാലറിയുള്ള ജോലിയുണ്ട്, അവനങ്ങനെ സന്തോഷത്തിൽ ജീവിക്കുകയാണ്, നല്ല തിരക്കേടില്ലാത്തൊരു കുടുംബത്തുനിന്ന് പെണ്ണും കിട്ടി. നാട്ടുകാർ ചിലര് ചോദിക്കും, ദീനീപരമായിട്ട് എങ്ങനെയാ ആള്? നല്ല ചെറിയോന, വക്തിന് പള്ളിയിൽ ഇങ്ങനെ കാണാ, അല്ലെങ്കിൽ റമദാനിലൊക്കെ പള്ളിയിൽ തറാവിക്ക് കാണാ, പിന്നെന്തെങ്കിലും ചോദിച്ചാലൊക്കെ 100 തരും. അതല്ല നല്ല മക്കളുടെയും നല്ല കുടുംബത്തിന്റെയും ലക്ഷണം. മറിച്ച് അല്ലാഹു പറയുന്നൊരു വാക്കുണ്ട്, വമൻ അഹ്സനു ഖൗലൻ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. നിങ്ങളിൽ ഏറ്റവും നല്ല വാക്കുച്ചരിക്കുന്നവൻ, നിങ്ങളിൽ ഏറ്റവും മനോഹരമായ അല്ലാഹുവിന്റെ ബർക്കത്ത് കിട്ടിയവൻ, മിമ്മൻ ദഅ ഇലല്ലാഹ്, അവൻ അല്ലാഹുവിന് വേണ്ടി പണിയെടുക്കണം, റബ്ബിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കണം. അവൻ എംഎസ്എമ്മുകാരനാവണം, അവൻ ISMകാരനാവണം, അവൻ KNMകാരനാവണം, അവൾ MGMകാരിയാവണം. കാരണം ഈ ലോകത്തിന്റെ വെളിച്ചം അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കുടുംബത്തിൽ അന്ധവിശ്വാസവും അനാചാരവും പേറി ജീവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബക്കാരുണ്ടെങ്കിൽ, കൂടെ കിടക്കുന്ന പെൺകുട്ടികൾ, ക്ലാസ്മേറ്റുകൾ, റൂംമേറ്റുകൾ ഇന്നും അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുൻപിൽ ആരാണ് റബ്ബെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അവർക്ക് മുൻപിൽ എന്താണ് ഇസ്ലാം എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അവർക്ക് മുൻപിൽ നാളെ ഒരു ലോകമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മുന്നിട്ടിറങ്ങണം. അവരെയാ റബ്ബ് ഇഷ്ടപ്പെടുന്നത്. കാരണം ഈ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ലിബറൽ ചിന്താഗതിയും സ്വവർഗരതിയും ഗേസെക്സും നിയമപ്രാബല്യത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആണിനെ വഞ്ചിക്കുന്ന പെണ്ണും പെണ്ണിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ആണും ഒരേ കിടക്കപ്പായിൽ കിടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാര് പോലും പരസ്പര വഞ്ചനയും ചതിയും നടത്തി ജീവിതത്തിന്റെ അഭിനയ വേഷം കെട്ടി ആനന്ദ നൃത്തമാടുന്ന ആധുനിക കാലഘട്ടത്തിൽ മാതാപിതാക്കൾ തെരുവോരങ്ങളിലും മാതാപിതാക്കൾ വൃദ്ധസദനങ്ങളിലും മക്കൾ അവഗണിക്കപ്പെടുകയും കുടുംബത്തിൽ ജീവിതത്തിന്റെ അങ്ങേയറ്റത്തെ വൃത്തികെട്ട മലിനമായ ഗൃഹാന്തരീക്ഷത്തിലേക്ക് നമ്മളെ നാടുകൾ പതറിക്കൊണ്ടിരിക്കുമ്പം അറിയണം മക്കളെ, അറിയണം രക്ഷിതാക്കളെ, ഇന്നത്തെ തലമുറയെ നന്മയിലേക്ക് കൈപിടിക്കാൻ നമ്മളെയുള്ളൂ. എന്റെ മക്കൾ നശിച്ചാൽ എനിക്കാണ് പാപം, എന്റെ മക്കൾ നശിച്ചാൽ എന്റെ നാടിനാണ് പാപം, എന്റെ മക്കൾ നശിച്ചാൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ഞാനായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അധ്വാനിച്ച് പണം കണ്ടെത്തി ഭക്ഷിപ്പിക്കുക എന്നത് മാത്രമല്ല, സ്വദേശത്തും വിദേശത്തും വിട്ട് പഠിപ്പിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് എന്റെ മക്കൾ ഏതു വക്ത് നമസ്കരിക്കുന്നു, അവന്റെ അള്ളാഹുവിന്റെ മുൻപിൽ അവനപ്പ സുജൂദ് ചെയ്യുന്ന സുജൂദിൽ എത്ര അവയവങ്ങൾ അവൻ നെറ്റിയായി ചേർത്ത് വെച്ചിട്ടുണ്ട്. അവന്റെ വാക്കുകൾ, അവന്റെ പെരുമാറ്റങ്ങൾ, അവന്റെ ഓത്തുകൾ എത്ര മനോഹരമാക്കാൻ സാധിക്കുന്നുണ്ട്. ആ അറിവ് കിട്ടാതെയാണ്, ആ അറിവില്ലാതെയാണ് ഒരു വാപ്പ മകനെ കാണുന്നതെങ്കിൽ, ഒരു മക്കൾ വാപ്പമാരെ കാണുന്നതെങ്കിൽ ഉറപ്പിച്ചോ, അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്, നല്ല വാപ്പാന്റെ മക്കളായി, നല്ല മക്കളുടെ വാപ്പയായി ഈ ഭൂലോകത്ത് നിന്നും തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ ഏറ്റവും ചെറിയ ഒരു അടയാളമാ മരിച്ച വാപ്പാന്റെ മയ്യത്ത് പള്ളിയിലെ ഒന്നാമത്തെ സഫിൽ കൊണ്ടുവച്ചു. തലക്കും ഭാഗത്ത് മകൻ നിന്നു. ഉമ്മയാണ് മരിച്ചതെങ്കിൽ മധ്യഭാഗത്ത് മകൻ നിന്നു. കൈകെട്ടി നമസ്കരിക്കുന്നവന് എത്ര തക്ബീർ എന്നറിയില്ല. പോട്ടെ, മൂന്നാമത്തെ തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു വഫീഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു. ഹൃദയം നുറുങ്ങി, നെഞ്ചു പൊട്ടി, ആയുസ് നീട്ടിത്തന്ന, ജീവൻ തന്ന മാതാപിതാക്കളും ജീവൻ തന്ന റബ്ബിനോട് കൈനീട്ടി ഒരു മകൻ പറയുന്നു, നാദാ ഇതെന്റെ വാപ്പയാ, ഇതെന്റെ ഉമ്മയാ റബ്ബേ, അതുകൊണ്ട് നാദാ ഇഗ്ഫിർ ലഹു വർഹംഹു എന്ന് മനസ്സ് തുറന്ന് പറയുന്ന ഒരു മക്കളുടെ പ്രാർത്ഥന, ഒരു ഹൃദയത്തിന്റെ തേങ്ങൽ, ഒരു നാവിന്റെ ദിക്റ് ലഭിക്കാൻ ഭാഗ്യമില്ലാത്തവരായി പോയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നിന്നും തിരിച്ചു പോകുന്ന ഏറ്റവും വലിയ ഹതഭാഗ്യവാന്മാരായ മാതാപിതാക്കൾ ഒരു പ്രാർത്ഥന പോലും നല്ല നിലക്ക് കിട്ടാതെ തിരിച്ചു പോകേണ്ടി വരുന്ന രക്ഷിതാക്കളാ. അതിൽ നമ്മൾ പെടാതിരിക്കാൻ നാളെ ഒരു മരണമുണ്ടെന്ന് മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഈ ജീവിക്കുന്ന ജീവിതം അവസാനിക്കുന്നത് 6 അടി മണ്ണില.
റബ്ബ് ഓർമ്മപ്പെടുത്തിയതുപോലെ മിൻ അയ്യി ഷൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅക്ബറ സുമ്മ ഇദാ ശാഅ അൻശറ. വന്നത് റബ്ബിൽ നിന്നാണെങ്കിൽ, ജീവിച്ചത് റബ്ബിനെ കൊണ്ടാണെങ്കിൽ, ശ്വസിച്ചത് റബ്ബിന്റെ വായുവാണെങ്കിൽ, കുടിച്ചത് റബ്ബിന്റെ വെള്ളമാണെങ്കിൽ, കിട്ടിയത് റബ്ബിന്റെ സ്നേഹമാണെങ്കിൽ, സുമ്മ അമാതഹു ഫഅക്ബറ സുമ്മ അമാതഹു ഫഅക്ബറ. ഇത് അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്, മണ്ണിൽ വെക്കുന്ന ഒരു ദിവസമുണ്ട്, തിരിച്ചു പോകേണ്ട ഒരു ദിവസമുണ്ട്. അന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ, നാഥന്റെ മഹ്ശറയിൽ അല്ല കുടുംബമായി വിളിച്ചു കൂട്ടുമ്പോ വാപ്പയും മക്കളും കുടുംബവും സഫ് സഫായി റബ്ബിന്റെ നരകത്തിലേക്ക് പോകേണ്ടി വരുമ്പോ തല കുമ്പിട്ട് പടച്ച റബ്ബിനോട് വിനയവത്തോടെ ഖേദത്തോടെ പറയും, യാ ലൈതനി കുൻതു തുറാബാ. എന്തിനാണ് റബ്ബേ കുടുംബം? എന്തിനായിരുന്നു മക്കൾ? എന്തിനായിരുന്നു ഭർത്താവ്? എന്തിനായിരുന്നു ഭാര്യ? നിനക്കാ തൃശ്ശൂരിലെ, നിനക്കാ കയ്പമംഗലത്തെ, നിനക്കാ കൊപ്രക്കളത്തിലെ ഒരു കല്ലാക്കി പടച്ചൂടായിരുന്നോ റബ്ബേ? കല്ലിന് മക്കളില്ലല്ലോ, കല്ലിന് ബാധ്യതകളില്ലല്ലോ, കല്ലിനും കുടുംബമില്ലല്ലോ. ആ കല്ലായി പടച്ചാ പോരായിരുന്ന റബ്ബേ എന്ന് ഖേദത്തോടെ കണ്ണുനീരോടെ റബ്ബിനോട് പറയേണ്ട ഗതികേട്. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും വരാതിരിക്കാൻ അറബിക് കോളേജുകൾ ഇനിയും ഇനിയും വളർന്നു വരട്ടെ, മക്കൾ ഇനിയും ഇനിയും പഠിക്കട്ടെ. നാട് അന്ധവിശ്വാസത്തിലും അന്ധകാരത്തിലേക്കും കൊണ്ടുപോകാൻ ആരൊക്കെ പണിയെടുത്താലും മുജാഹിദുകളുടെ, MSMന്റെ, അറബി പഠിച്ച മക്കളുടെ ഒരു സംഘമുണ്ടെന്ന ബോധം, ആ ആദർശ ബോധത്തിൽ നെഞ്ചും വിരിച്ച് പടപൊരുതാൻ മുന്നിട്ടിറങ്ങിയാൽ ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുൻയാനുൻ മർസൂസ്. ആരൊക്കെ വന്നാലും, ആരൊക്കെ കൊട്ടിമാട്ടിയാലും, ആരൊക്കെ ദുർവ്യാഖ്യാനിച്ചാലും, ആരൊക്കെ മുസ്ലിം ഉമ്മത്തിന് ഒറ്റുകൊടുത്താലും ഇല്ല, അള്ളാഹുവിന്റെ വചനം പല അറബിക് കോളേജുകളിലൂടെയും മക്കളിലൂടെയും ദീനിയായ കുടുംബത്തിലൂടെയും നിങ്ങൾ കൂതിക്കെടുത്താൻ പറ്റില്ലെന്ന ആത്മബോധത്തോടുകൂടി, അഭിമാനത്തോടുകൂടി സ്വന്തം മക്കളെ സ്വർഗത്തിൽ കാണാമെന്ന പ്രതീക്ഷയിൽ കണ്ണടയ്ക്കാൻ പറ്റുന്ന, സ്വർഗം മനസ്സിൽ കണ്ട് മരിക്കാൻ പറ്റുന്ന നല്ല കുടുംബങ്ങളാവാൻ നമുക്ക് സാധിക്കും. നമുക്കേ സാധിക്കൂ. നമ്മളേലേ ആദർശമുള്ളൂ, നമ്മളേലേ പടച്ച റബ്ബിന്റെ ദീനുള്ളൂ. ആ തിരിച്ചറിവോടുകൂടി കുടുംബത്തെ നാഥന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന നല്ല മുഅ്മിനീൻ കുടുംബങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.